KSRTC പെൻഷൻ നൽകിയ വകയിൽ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ വരുത്തിയ കുടിശ്ശിക 1000 കോടി കടന്നു. 2023 ഫെബ്രുവരിയിൽ നൽകേണ്ട പണം അനുവദിച്ചത് ഈ മാസം 17-നാണ്. കുടിശ്ശിക കൂടിയതോടെ പല സഹകരണ സംഘങ്ങളും പ്രതിസന്ധിയിലായി. KSRTC പെൻഷൻ മുടങ്ങി പെൻഷൻകാർ ആത്മഹത്യയിലേക്ക് നീങ്ങിയതോടെയാണ് പെൻഷൻ വിതരണം സർക്കാർ സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചത്. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ഇതിനായി പണം കണ്ടെത്തുകയായിരുന്നു. 35-നടുത്ത പെൻഷൻകാരാണ് ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആത്മഹത്യ ചെയ്തത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ സഹകരണ സംഘങ്ങളെയും ബാധിച്ചു തുടങ്ങി. ആദ്യം കൃത്യമായി നൽകിയിരുന്ന തുക ഇപ്പോൾ ഒരു വർഷത്തിലധികമായി കുടിശ്ശികയാണ്. കഴിഞ്ഞ 17-നാണ് 2023 ഫെബ്രുവരി മാസത്തിലെ പണം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 1000 കോടിക്ക് മുകളിൽ കുടിശ്ശിക സർക്കാർ സഹകരണ സംഘങ്ങൾക്ക് നൽകാനുണ്ട്. ഇതാണ് ക്ഷേമ പെൻഷന് പണം ആവശ്യപ്പെട്ടപ്പോൾ സഹകരണ സംഘങ്ങൾ പിന്മാറാൻ പ്രധാന കാരണം. 2000 കോടി ആവശ്യപ്പെട്ടപ്പോൾ 835 കോടി മാത്രമായിരുന്നു ആകെ സമാഹരിക്കാൻ കഴിഞ്ഞത്. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീണ്ടും 6 മാസത്തിലേക്കെത്തി. സർക്കാർ ഉടൻ പണം അനുവദിച്ചില്ലെങ്കിൽ പല സഹകരണ സംഘങ്ങളുടെയും നിലനിൽപ്പും പ്രതിസന്ധിയിലാകും. മാത്രമല്ല KSRTC പെൻഷൻ വിതരണത്തെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. KSRTCയിലെ ശമ്പള വിതരണം നിലവിൽ തന്നെ പ്രതിസന്ധിയിലാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.